ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാം അരിമാവ് ഉപയോഗിച്ച്. ഞാനതിനിവിടെ 2 കപ്പ് അരിമാവ് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് തേങ്ങാപ്പാൽ ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ നെയ്യ്, 3-4 ഏലക്ക പൊടിച്ചത്. പിന്നെ നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് ആവുന്നവരെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ അരിപ്പൊടി മിക്സ് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലോട്ട് ഒഴിച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 15 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് മാറ്റി വയ്ക്കണം. 15 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറക്കാം. ഇത് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ കിണ്ണത്തപ്പം ശരിയായി വരില്ല. നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ടിന്നിലേക്ക് കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ല ലൂസായിരിക്കണം നമ്മുടെ ഈ ബാറ്റർ. അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിലും നമുക്കിതുപോലെ തന്നെ വെച്ച് ബേക്ക് ചെയ്യാം. കുറച്ച് ഹോൾസൊക്കെ ഇട്ട് കൊടുക്കാം. ആവി അതിനുള്ളിൽ തങ്ങി നിൽക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇഡലി സ്റ്റീമറിലേക്ക് നമ്മുടെ ബേക്ക് ചെയ്യാൻ പോണ ടിൻ ഇറക്കി വെച്ച് കറക്റ്റ് 15 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊന്ന് തുറക്കുക. കാരണം ഇതിലേക്ക് നമുക്ക് നമ്മുടെ കാഷ്യൂസൊക്കെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത് ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കറക്റ്റ് 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ കാഷ്യൂസൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ തുട്ടി ഫ്രൂട്ടി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടി ആവിയേറ്റാം. അപ്പോൾ ഒരു കറക്റ്റ് 10 മിനിറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് കട്ട് ചെയ്യാം. ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ മിനിറ്റുകൾ കൊണ്ട് തന്നെ നമ്മളിവിടെ നമ്മുടെ കിണ്ണത്തപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.